ഹലോ ഗൈസ്, വിജയ് ലോക ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ നൈറ്റ്, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇന്നലെ നൈറ്റ് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇതൊരു ഹോട്ടലാണ്, പുതിയതായിട്ട് വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചില്ലറ വർക്കും കൂടി ഉള്ളു തോന്നുന്നു. ഞാൻ അങ്ങനെ ആ പമ്പിൽ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇന്നലെ ഇവിടെ ആയിരുന്നു കിടന്നിരുന്നത്. കുഴപ്പമില്ലാതൊക്കെ ഉറങ്ങി. അതിനിടയ്ക്ക് ഒരു ഇടയ്ക്ക് ഞാൻ ഉറക്കത്തിൽ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നുകൊണ്ടാ ഒരു വെളുത്ത രൂപ എൻ്റെ നേരെ വരുന്നത്. പെട്ടെന്നൊരു രൂപം കണ്ടു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി. അപ്പോൾ നോക്കുമ്പോൾ എന്താ ഒരു പഞ്ചാബിക്കാരനായിരുന്നു. നല്ല രാത്രിയാണ്, ഇനി പുലർച്ചെയാണാവോ, 2 മണി 3 മണിക്കാണെന്ന് അറിയില്ല. അയാൾ വന്നിട്ട് എന്തോ പറഞ്ഞേക്കുക, ശരിക്കും കറക്റ്റ് ഹിന്ദി പോലെയല്ല. അയാളെന്തോ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടാ, ഇവിടെ ഒരുത്തൻ വേറെ ഒരുത്തൻ കിടന്നിരുന്ന്, വണ്ടിയിലുള്ള ഒരുത്തൻ. അവൻ വന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് കിടന്നിരുന്നത്. ഞാൻ അതിന് ഭാഷേനെ കൺഫ്യൂഷൻ ആക്കാണ്ട് വെച്ചിട്ട് അവൻ അവിടെ ചൂണ്ടിക്കാണിച്ചു അവിടെ എന്തോ. അപ്പോൾ അവിടെ ചെന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് അവനെ വിളിച്ച് അവനായിട്ട് പോയി. സംഭവം അവനെ വിളിക്കാൻ വന്നതാ. അവൻ എവിടെ കിടക്കുന്നതാണ് എന്നോട് ചോദിച്ചത്. അങ്ങനെ അവനെ വിളിച്ചോണ്ട് പോയി. അതാണ് പെട്ടെന്ന് വെള്ള രൂപക്കായിട്ട് ഇങ്ങനെ കിട. ആരെങ്കിലും പെട്ടെന്ന് പേടിക്കില്ലേ? ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ഇങ്ങനെ തിരിയുമ്പോൾ ഈ അടുത്തൊന്നും ഇങ്ങനെ പെട്ടെന്ന് നിൽക്കുക. ഞാനുണ്ടൊരു അങ്ങനെ ആയിരുന്നു ഇന്നത്തെ രാവിലെ. ഓക്കെ, അപ്പോൾ ഇന്ന് കേരള ടു ലഡാക്കിൻ്റെ വേറൊരു ദിവസം കൂടി. ഇപ്പോൾ ഞാനുള്ളത് പഞ്ചാബിലെ കമൽക്കെ അങ്ങനെ ഒരു സ്ഥലത്താണുള്ളത്. പിന്നെ നമ്മൾ ഇന്നൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ജലന്ധറിൽ വെച്ചിട്ട്. അത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ആള് നമ്മൾ പാലക്കാട് ജില്ലയിലാണ്, പക്ഷെ ഇവിടെ വർക്ക് ചെയ്യണത് ഇവിടെ. അപ്പോൾ ആളെ ഒന്ന് മീറ്റ് ചെയ്യാന്ന് വിചാരിക്കണം. ഇനി അവിടേക്ക് ഒരു 53 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. കേരള ടു ലഡാക്ക് യാത്രയുടെ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? സമയം ഇപ്പോൾ 8 മണി ആവുന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. നല്ലൊരു ലൊക്കേഷൻ കിട്ടി. ഇതേപോലെ നൈറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ എത്രയോ നല്ലത്. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ. ഇന്നലെ എന്തോ ഒരു ലക്കിന് ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? കമോൺ. അപ്പോൾ പുറപ്പെടാ. നമുക്ക് സെറ്റല്ലേ? ബാഗ് ഞാൻ ഇന്നലെ അയച്ചിട്ടില്ല കേട്ടോ, കാരണം ടെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ. അവിടെ സോഫ കിട്ടിയല്ലോ. ഇപ്പം നമ്മളൊരു ടോളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ വണ്ടികൾ ക്യൂ നിൽക്കെ ഉണ്ട്. രാജാവിന് എന്ത് ക്യൂ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ പാലത്തിൻ്റെ അവിടെയായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ചെക്ക് പോസ്റ്റ് ജലന്ധർ റൂറൽ പോലീസ്. അങ്ങനെ വീണ്ടും മരങ്ങൾക്കിടയിലൂടെ ഒരു യാത്ര. ആ 300 രൂപയ്ക്ക് പെട്രോൾ അടിക്കാം. അപ്പോൾ സെറ്റായി. എടാ, ഒരു ലോറി മറിഞ്ഞിരിക്കണ നോക്ക്. എന്താ അവസ്ഥ? കഷ്ടം തന്നെ. പാവം അയാളുടെ ഒരു അവസ്ഥ. എല്ലാവരും ഒരു അപകടം ഉണ്ടായാണോ മറിഞ്ഞെടുക്കണത്. അവിടുന്ന് വരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ എന്തുണ്ടായണോ. വെയിൽ ചൂടാവണതിന് മുന്നേ ഇന്ന് യാത്ര തുടങ്ങി. റൂമൊക്കെ എടുത്താലാണ് നേരം വൈകുക. മറ്റേതല്ലെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് സ്റ്റാർട്ട് ചെയ്യും.
ഇവിടെ നല്ല ചൂടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു മണി ആ ഒരു നേരത്തെ കുറച്ച് നേരം റെസ്റ്റ് ആകും. ആ റെസ്റ്റ് നേരത്താണ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുക. നമുക്കിനി ചായ കുടിച്ചിട്ടാവും. കുറേ നേരമായി ഞാൻ നോക്കണേ. ഇത് ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിച്ച നേരത്ത് ഇതൊന്നും കാണില്ല. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ചായക്കട കണ്ട് അപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കഴിച്ചിട്ടാകാൻ പാടില്ല. അങ്ങനെ ഞാൻ പറാത്ത എന്നൊരു സാധനമാണ് ഓർഡർ ചെയ്തത്. ഇത് ഞാൻ ഇന്നാൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഹരിയാനയിലേക്ക് കിടക്കുന്ന വഴിക്ക്. ഇത് ആലു പറാത്തയാണ്. ഇതിൻ്റെ ഉള്ളിൽ ലെയറായിട്ട് ഉരുളൻകിഴങ്ങ് അങ്ങനെ ചെറിയ മസാലയൊക്കെ ആയിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട്. ഇത് തൈരാണ്. പിന്നെ ഇതെന്താ ഉപ്പ് മസാല അങ്ങനെയുള്ളത് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഇവിടെ പിന്നെ കുറേ പശുക്കളൊക്കെ ഉള്ളതുകൊണ്ട് പാക്കറ്റ് പാലുകളൊന്നും അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. കൂടുതലും ഫ്രഷ് പാലായിട്ടൊക്കെ ഉണ്ടാക്കുന്ന തൈരൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് കഴിച്ചിട്ടാവാം യാത്ര. ഞാൻ ഇന്നാൾ കഴിച്ചിട്ടുണ്ടാ ഹരിയാനയ്ക്ക് വന്ന വഴിക്ക്. അതന്നെ. അങ്ങനെ ചായ കുടിച്ച് ഇതാ ഇറങ്ങി. വെയിലായി. ജസ്റ്റ് ഒന്ന് സൈഡാക്കി. കാരണം എൻ്റെ മൈക്ക് എന്തോ കംപ്ലൈൻറ്റ് പറ്റി. അത് സൗണ്ട് കറക്റ്റ് കേൾക്കുന്നില്ല. അപ്പോൾ കൂടുതലും ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ സൗണ്ട് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. കാരണം കാറ്റിൻ്റെ സൗണ്ടൊന്നും അധികം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ചിലപ്പോൾ ക്ലിയർ കുറവുണ്ടാവും, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം. ഇപ്പോൾ ഇതാ വേറൊരു ടൗണിൽ കൂടിയാണ് പോകുന്നത്. എന്നിട്ട് വേണം നമുക്ക് ബൈപ്പാസിലേക്ക് കയറാൻ. കാരണം അവിടെ കുറച്ച് മുമ്പ് ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ പോലീസുകാരൊക്കെ വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ വീണ്ടും ബൈപ്പാസിലേക്ക് കയറണം. ഒരു വരവ് ഇത് തന്നെ. എങ്ങോട്ടാണ് നോട്ടമൊന്നുമില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞിതാ വീണ്ടും മേലേക്ക് ഇങ്ങനെ കയറാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ റോട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. റോട്ടിലേക്ക് കടന്നപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ജിയോയുടെ പെട്രോൾ പമ്പാണ്. മൈക്ക് കംപ്ലൈൻ്റ് ആയി, പക്ഷേ സൗണ്ട് അത്ര ഇതായി കേൾക്കുന്നുണ്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം. അങ്ങനെ ഇതിപ്പോൾ വേറൊരു ടൗണിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൗണിൻ്റെ പേരെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സിംഗ് എന്നാണോ പേര്? വലിയൊരു ടൗണാണ് കേട്ടത്. ബൈക്കിൻ്റെ വർഷമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ കണ്ണാടി ഒന്ന് മാറ്റണമായിരുന്നു. അല്ല, ആവശ്യമായിട്ടൊന്നും കാണില്ല. അതാണ്. അങ്ങനെ ഞാൻ ഏകദേശം ഇതാ ജലന്ധർ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജംഷീദ് എന്ന ആളെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അങ്ങോട്ടേക്ക് 6 മിനിറ്റ് ഉള്ളൂ. മാപ്പ് അയച്ചു തന്നിട്ടുണ്ട് ആൾ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം, ആളെ മീറ്റ് ചെയ്യാം. ആളിവിടെ വർക്ക് ചെയ്യാണ്. വീഡിയോ എടുക്കാൻ അലൗഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. ആൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. ഞാനും പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഈ പഞ്ചാബിൽ വെച്ചാണ്. വലിയൊരു ടവർ
ഇവിടുന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് പോയിട്ട് പിന്നെ റൈറ്റ് പോകണം. ഓക്കെ, എന്തായാലും മുന്നോട്ട് പോവാം. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ഉർബാൻ എസ്റ്റേറ്റ് എന്നൊരു റൂട്ടിലേക്കാണ് നമ്മൾക്ക് പോകാനുള്ളത്. ഈ റൗണ്ടിൽ നിന്ന് റൈറ്റ് പോവാം. ഏകദേശം ഇവിടെ എത്താറായി. ഒരു 50 മീറ്റർ വ്യത്യാസത്തിൽ ഒരു ഓഫീസ് അങ്ങനെയാണ്. അങ്ങനെ കണ്ടു. ഏകദേശം ഇതാ നിൽക്കുന്നവിടെ. കണ്ട് 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 എന്താണ് ഒരു മലയാളികളോട് നേരിട്ട് സംസാരിച്ചിട്ട് ദിവസങ്ങളായി. അത് ദൂരെവിടെ? കായംകുള. ഞാൻ അങ്ങനെ പോയി അങ്ങോട്ട് പോയി. ആ പിന്നെ അവിടെ ഡൗട്ട് അടിച്ച് നിന്നിട്ടാണ് ഇവിടെ ഒന്ന് നിർത്തിയപ്പോ. വണ്ടി കിടക്കുന്നു. എങ്ങോട്ടാ? ഇങ്ങനെ ഇങ്ങനെ കയറുവോ? അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് പോലെയൊക്കെ ഇരുന്നു. പിന്നെ ഇവിടെ ഓഫീസർമാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ ഡൗട്ട്, ഇനി വീഡിയോ എടുക്കണില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക വെച്ചിട്ട് അങ്ങനെ വീഡിയോ ആ നേരത്തൊന്നും എടുത്തിരുന്നില്ല. ഈ സ്ഥലം എന്ന് പറയുന്നത് CISF ആണ്. CISF എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. അപ്പോൾ അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ, അതേപോലെ വിമാനത്താവളങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വ്യാവസായിക യൂണിറ്റുകൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവയ്ക്ക് സുരക്ഷ നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സായുധ പോലീസ് സേനയാണ് CISF. അപ്പോൾ അവർ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവരുടെ ഒപ്പമാണ്. 2-3 മലയാളികളുണ്ട്. ഒരു മലയാളി കന്യാകുമാരിക്കാരനാണ്. ഓക്കെ, ഇവിടെ ഇവർ മാങ്ങ പറിക്കുകയാണ്. എന്റെ ബാഗിലുള്ള ടെന്റ് ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന. മൈലേജ് 45 അങ്ങനെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മുടി അട്ടാച്ചിട്ട് വെട്ടാനൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന്. ഇതാണ് ജംഷീദ്. ഇവരാണ് നമ്മളെ പാലക്കാട് ഒറ്റപ്പാലത്തുള്ളത്. അപ്പോൾ ശരിക്കും എനിക്ക് നേരിട്ട് പരിചയമില്ല. നമ്മളെ ഇപ്പോൾ പരിചയപ്പെട്ടു. അങ്ങനെ തന്നെ ഓരോരുത്തർ നമ്മളിപ്പോൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ പല സ്ഥലത്തുനിന്ന് പലരും അങ്ങനെ മീറ്റ് ചെയ്യും. അങ്ങനെ അപ്പോൾ ഇപ്പോൾ നമ്മൾ മുടി വെട്ടാൻ പോവുകയാണ്. വെട്ടാനായിട്ടുള്ളതൊന്നുമില്ല. ഇവിടെ കുറച്ച് വെജിറ്റബിൾ കട്ടിങ് പരിപാടിയിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇവരങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഫീൽഡ് തന്നെയാണ് അത്. നമ്മുടെ ഫീൽഡ് തന്നെയാണ്. ഇത് അഖില് കായംകുളത്താണ് വർക്ക് ചെയ്യാണ്. ജംഷീദ്, നമ്മൾ നേരത്തെ പറഞ്ഞ ജംഷീദ്, നമ്മുടെ ഡിസ്ട്രിക്ട് തന്നെയാണ് പാലക്കാട്. ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഇത് കറണ്ടിനല്ലേ? കറണ്ടിനല്ലേ ഇത്?
കറണ്ടിലല്ലേ? അങ്ങനെ അവിടുന്ന് ജ്യൂസ് കുടിച്ച് വന്ന് ഇപ്പോൾ സമയം ഒരു ഏകദേശം ഒരു 7 മണി ആ ഒരു ടൈമായി. ഇപ്പോൾ ടെറസിൻ്റെ മേലെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു ഷട്ടിൽ ബാറ്റ് കളിക്കലും അവിടെ വർക്കൗട്ടൊക്കെ ആയിട്ട് അങ്ങനെ ടെറസിൻ്റെ മേലെ ഇരിക്കുകയാണ് ഞങ്ങളല്ല ഞാനിരിക്കണുള്ളൂ. ഓക്കേ. ഹലോ ഗായ്സ്, ഇത് ഇവിടുന്ന് പരിചയപ്പെട്ട ഭായിയാണ്. ഭായിയുടെ പേരെന്താ? നാം ക്യാ ഹൈ? मंजू मैन फ्रॉम अरुणाचल प्रदेश. അരുണാചൽ പ്രദേശ്. മഞ്ജു മേൻ. या മഞ്ജു മേൻ. मंजू. മഞ്ജു പോലത്തെ. ഓക്കെ, അച്ഛൻ നാമേ. അരുണാചൽ പ്രദേശിലാണ് ആൾ. ഇവിടെ വന്ന് ഞാൻ പരിചയമായതാണ്. ആൾ സൂപ്പറാണ്. ഇപ്പോൾ എവിടെ പോവാ സെറ്റായിരിക്കും? എവിടെ പോകുന്ന പറഞ്ഞു? കിതർ ജായക? कौन में? अभी कल का प्रोग्राम से अभी कल का प्रोग्राम सुन के आया हूँ. अभी मेरा नाइट ड्यूटी. അപ്പോൾ ആൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ പോകാൻ നിൽക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയതാണ്. ഓക്കെ. കാൽ സുബേത്തേക്ക് ആ ഓക്കെ. അപ്പോൾ രാവിലെ നമ്മൾ കാണും. അപ്പോൾ യാത്രയൊക്കെ പറയാം. ഓക്കെ. സമയം കുറച്ചുകൂടി ഇരുട്ടായി. ഏകദേശം വൈകുന്നേരം 7-7:30 മണിയായി. അവരുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ പുറത്തു പോവുകയാണ്. ഉഷാറായിക്കണേ. ഞാനിപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ഗസ്റ്റായി. ഇനി ഒരു വട്ടം എൻ്റെ വീട്ടിൽ ചില്ലറ വർക്കുകളൊക്കെ ആണ്. അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ ഒരു ദിവസം ആ വഴിക്ക് പോയി. അവിടെ നിന്ന് ആരും ഇല്ലല്ലോ. അവിടെ ഏതൊരു ആളുടെ കട ഉണ്ടല്ലോ, കുട്ടാപ്പോട്ടം പറഞ്ഞത്. കുട്ടാപ്പ് പറയുകയാണെങ്കിൽ ദേവേട്ടൻ്റെ കട. അപ്പോൾ ദേവേട്ടൻ്റെ കട ഞാൻ ഇന്നാള് ഇപ്പൊ അടുത്ത് വിചാരിച്ചില്ല. ലഡാക്ക് യാത്ര തുടങ്ങിയപ്പോഴേ നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ അവിടെയാണെങ്കിൽ ദേവേട്ടൻ്റെ കടയിലൊക്കെ പോയായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിക്കും. അല്ലെങ്കിൽ നല്ല ചോറും നല്ല മീൻ വറുത്തതും അങ്ങനെയൊക്കെ ഇങ്ങനെ വരും മനസ്സിൽ. ചെറിയ റോഡ് കുറേ വണ്ടിയില്ലേ? ട്രാഫിക് ഭയങ്കര മാറ്റമാണ്. ട്രാഫിക്കല്ല, ഡ്രൈവിങ്. നല്ല തിരക്കുള്ള ഒരു സിറ്റി തന്നെയാണ് ജലന്ധർ. ഒരുപാട് കടകളും ഒരുപാട് ആളുകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റി തന്നെയാണ്. भाई थोड़ा आगे जाना. അങ്ങനെ പുറത്തിറങ്ങി. ഇലക്ട്രിക് ഓട്ടോറിക്ഷ. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മേലെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യണ കാണാം. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് താഴെ ഇരിക്കണവർക്കൊക്കെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്യുകയാണ് ഈ കാണുന്നത്. നല്ല ചൂടാണ് ഇവിടെ. രാത്രിയാണെങ്കിലും ഭയങ്കര ചൂടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ. അതിനൊരു ശമനം കിട്ടാൻ വേണ്ടിയിട്ടാണത്. അങ്ങനത്തെ ഫുഡ് വന്നു. ലാല് പറയണ പോലെ ടൊമാറ്റോ പിക്കിലെത്തി. ഇന്ന് കണ്ട നിന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണേ. അല്ല രണ്ടാളും, നിങ്ങൾ രണ്ടാളും ഞാൻ ഇന്നല്ലേ കാണുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേരള ടു ലഡാക്കിൻ്റെ ഇന്നത്തെ യാത്രയും കാഴ്ചകളും ഒക്കെ അടങ്ങിയ വീഡിയോ. ഇന്ന് കൂടുതൽ ഇവരോടൊപ്പം തന്നെയായിരുന്നു.
നാളെ ഇപ്പോൾ നമുക്ക് അടുത്തൊരു ലൊക്കേഷൻ പിടിക്കുക, യാത്ര തുടരാം. ഓക്കെ, അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.